അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പീസ് തുണിയാണ്. അത് നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തുണിയുടെ നല്ല വശം ബാക്കിലേക്കായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തുണിയുടെ നീളവും വീതിയും നമ്മൾ എടുത്തിട്ടുള്ളത് 18 ഇഞ്ചിലാണ്. ഇനി ഈ തുണിയുടെ മുകളിലേക്കായിട്ട് നമ്മളിതാ സ്പോഞ്ച് ഷീറ്റ് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ലൈനിങ്ങിൻ്റെ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 അരിക് ഭാഗത്തൂടെ ആയിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം, ഈ 3 അരിക് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട്. ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് 4 അരിക് ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അതിനു മുന്നേ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ നീളത്തിൽ ലൈനുകൾ വരച്ചു കൊടുക്കുക 2 ഇഞ്ച് ഗ്യാപ്പിൽ. ഇനി ഓരോ ലൈനിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 4 അരിക് ഭാഗവും ഉൾഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സിബാണ് എടുത്തിട്ടുള്ളത്. സിബിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശത്തേക്കായിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് തുണിയുടെ അരിക് ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ സിബിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിതാ ഇതുപോലെ ബാക്കിലേക്കൊന്ന് മടക്കിയിട്ട് മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ തുണിയുടെ ബാക്കിലത്തെ ആ ഒരു ഭാഗം ഇതുപോലെ ഫ്രണ്ടിലേക്ക് മടക്കിയിട്ട് സിബിൻ്റെ അരിക് ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക. അതിനുശേഷം 2 അരിക് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്യുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബിൽ നിന്ന് റണ്ണർ ഒന്ന് ഊരിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ റണ്ണർ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി ഒന്ന് നിവർത്തി വെച്ചിട്ട് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിലെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് മുകളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തുണി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം സിബ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 2 സൈഡും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്കിതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തുണിയുടെ ഉൾവശം പുറത്തേക്ക് എന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളിതാ ഈ ഒരു രീതിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ ഒരു സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതിയും ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ, വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടില്ല. അത് നമ്മളിതാ കോർണർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് 4 കോർണർ ഭാഗത്തും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 4 കോർണർ ഭാഗത്തും ആ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ 4 സൈഡൊന്നും ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് സ്ട്രാപ്പാണ്. സ്ട്രാപ്പിൻ്റെ നീളവും വീതിയും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇനി ഈ സ്ട്രാപ്പിൻ്റെ ഒരറ്റം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളിതാ സിബ് വെച്ചതിൻ്റെ ഒരറ്റത്തേക്കായിട്ട് ഇതുപോലെ വെക്കുക. സിബിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്കിതാ ഒരുമിച്ച് അരിക് ഭാഗങ്ങൾ പിടിച്ചിട്ട് അവിടെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി സ്ട്രാപ്പിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ട്രാപ്പിൻ്റെ അടുത്തൊരറ്റം സിബിൻ്റെ അടുത്തൊരു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്യാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് 2 സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചെറിയ 2 സ്ട്രിപ്പുകൾ എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോർണർ ഭാഗങ്ങൾ ഇതാ ഇതുപോലെ ഒന്ന് കയ്യിലേക്ക് പിടിച്ചിട്ട് അരികിലൂടെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിക്ക് 4 സൈഡിലൂടെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് 4 സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഭാഗങ്ങളിലും നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിബ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇത്ര തന്നെയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.